ഡിറ്റക്റ്റീവ് ഉജ്വലൻ ഇതിന്റെ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് മിന്നൽ മുരളി ടൈപ്പ് ഓഫ് മൂവി ആയിട്ടാണ് തോന്നിയത്. ബിക്കോസ് അതിന്റെ എഡിറ്റിംഗ് ആയാലും ആ ഒരു ചാക്കിട്ട സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ട്രെയിലറിൽ. അതായത് ചാക്കിട്ടതാണ് വില്ലൻ എനിക്ക് തോന്നുന്നു. അദ്ദേഹം ഓടുന്നതും എല്ലാം കൂടി ഒരു എഡിറ്റിംഗ് സ്റ്റൈലും എല്ലാം കൂടി കണ്ടിട്ട് എനിക്ക് മിന്നൽ മുരളി ടൈപ്പ് ഓഫ് മൂവി ആയിട്ട് എനിക്ക് തോന്നി. ധ്യാൻ ശ്രീനിവാസനാണ് ഇതിൽ മെയിൻ റോൾ ആയിട്ട് വരുന്നത്, അതായത് ഡിറ്റക്റ്റീവ് ഉജ്വലനായിട്ട്. വേറൊരു കാര്യം ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കിയത്, അതായത് ഈ ഡിറ്റക്റ്റീവ് ഉജ്വലൻ അത് ധ്യാനിന് ആദ്യമൊക്കെ കിട്ടിയിരുന്നത് ഈ ചെറിയ ചെറിയ കേസസ് ആണ്. അതായത് ആടുകളെ മിസ്സിംഗ് ആയ കേസസ്, പിന്നെ കൊലക്കേസ് എന്ന് പറഞ്ഞാൽ വാഴക്കൊലട്ടോ, അല്ലാണ്ട് ശരിക്കുള്ള മർഡർ അല്ല. അതിനുശേഷമാണ് ശരിക്കുള്ള മർഡർ കേസസ്, അതായത് കൊലക്കേസുകൾ കിട്ടാൻ തുടങ്ങുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള പോലെ ഒരു നോർമൽ ഇതാണ് എനിക്ക് തോന്നിയത്. അതായത് പോലീസുകാർക്ക് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് പോലീസുകാർ ധ്യാനിനെ വിളിക്കുന്നു. മേ ബി പോലീസുകാർക്ക് ഇതിന് മുന്നേ ഒരു ഉപകാരം കിട്ടിയിട്ടുണ്ടാവും ധ്യാനിൽ നിന്നും. അത് കാരണം ഈ ഒരു കൊലക്കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ധ്യാന്റെ ഹെൽപ്പ് പോലീസുകാർ ചോദിക്കുന്നു. അതിനുശേഷം ഉജ്വലനെ കൊണ്ട് ഈ ഒരു കേസ് തെളിയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാകുമ്പോൾ ഉജ്വലന്റെ ആ ഒരു സങ്കടവും വാശിപ്പുറത്ത് തെളിയിക്കുന്ന ഒരു കേസ് പോലെയാണ് എനിക്ക് തോന്നിയത് ഈ ട്രെയിലർ കണ്ടിട്ട്. വേറൊരു കാര്യം, ഒരു റിപ്പർ കൈൻഡ് ഓഫ് മൂവി ആയിട്ട് എനിക്ക് തോന്നി. സെയിം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിന്നൽ മുരളി ആയിട്ട് എനിക്കൊരു സെയിം ഇതായിട്ട് തോന്നി. മിന്നൽ മുരളി ഒരു സൂപ്പർ ഹീറോ കൈൻഡ് ഓഫ് മൂവി ആണെങ്കിൽ ഇത് ഡിഫറെന്റ്, അതായത് ഒരു റിപ്പർ കേസ് സോൾവ് ചെയ്യാൻ വന്ന ഒരു ഡിറ്റക്റ്റീവിന്റെ അങ്ങനത്തെ ഒരു സെയിം ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓവറോൾ കണ്ടിട്ട് പടം എന്തായാലും രസമുണ്ടാവുമെന്ന് തോന്നുന്നു. ധ്യാൻ ശ്രീനിവാസൻ എന്തായാലും ഒരു അടിപൊളി ആക്ടറാണ്, എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ പടവും അടിപൊളി ആവട്ടെ. നിങ്ങൾക്ക് ഈ ട്രെയിലർ കണ്ടിട്ട് എന്താണ് തോന്നുന്നതെന്ന് കമന്റ് ചെയ്യാൻ.